ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അലക്കാനുള്ള പരിപാടികളൊക്കെ വന്നത്. ഇന്ന് ദോശയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ അലക്കാനൊക്കെ ഉണ്ട്. കാരണം വെയിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെയിൽ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഭ്രാന്താണ്. അതെടുത്ത് ഒക്കെ ഒന്ന് തിരുമ്പി ഒന്ന് മടക്കി വെച്ച ഒരു സമാധാനമാണ്. ഇതുമ്പോൾ അവിടെ നീച്ച പാടെ തന്നെ വീതന്മ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് എന്നെ ഇങ്ങനെ പിത്തനാക്കാൻ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ദോശയും ചിക്കൻ കറിയാന്ന് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവൾ മുഖം കണ്ടില്ലേ, ഭയങ്കര സന്തോഷമാണ്. ചിക്കൻ കറി എന്ന് കണ്ടാൽ എല്ലാ മക്കൾക്കും ഇതുപോലെ തന്നെയാണ് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഫുഡ് ഞാനങ്ങനെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അവളങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ ഞാൻ നോക്കുമ്പോൾ അവൾ എന്തോ വരക്കണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇത് ഉമ്മിച്ചി ഇതുമ്മാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ അലക്കാനിട്ടതൊക്കെ നന്നായിട്ട് ഉണങ്ങി 2-3 പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റി വർക്ക് ഞാൻ തന്നെയാണ് ചെയ്യണത്. സെമി ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ നമ്മൾ തന്നെ പോയി വെള്ളം മാറ്റിയാലല്ലേ അത് മാറുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. വെയിലായതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങുന്നത് ഞാൻ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതും പിന്നെ സ്കൂൾക്ക് പോകാഞ്ഞതാ എൻ്റെ അടുത്ത് തന്നെ ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കളിക്കും. എന്തെങ്കിലുമൊക്കെ വരച്ചതും പാടിയതും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. രാവിലെ ചിക്കൻ കറി ആണ്ട് ഉച്ചയ്ക്ക് പിന്നെ നെയ്ച്ചോറ് തന്നെ അതല്ലേ സുഖം നമുക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ മൂപ്പര് ടൗണിൽ പോയതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ശർക്കര, അത് കണ്ടപ്പോൾ ഞാൻ ഇതുമ്മുനെ വിളിച്ച് വരുത്തിയതാട്ടോ. കാരണം അവൾക്കും എനിക്കും ഒരുപോലെ ഇഷ്ടമാണ് ശർക്കര. അപ്പോൾ അത് ഞങ്ങൾ ഒരു പീസ് എടുത്ത് ഞങ്ങൾ കഴിച്ചു. പിന്നെ വേഗം ചോറൊക്കെ കൊടുത്തു. അതിന് സമയം 1-1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വെച്ച് പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെക്കാൻ കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഒരു 2-2:30 ആകുമ്പോൾ തുത്തൂനൊരു വീഡിയോ കോൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കോൾ ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പണികൾ വേഗം തീർക്കുകയാണ്. കാരണം പിന്നെ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വരാൻ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണോ. പിന്നെ രാത്രി വല്ലാതെ ഇവിടെ അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം രാത്രിക്കത്തെ ഫുഡ് ഇവിടെ ഉച്ചക്കത്തെ ബാക്കിയുള്ള ഫുഡ് തന്നെയാണ് രാത്രി കഴിക്കുള്ളൂ. അല്ലെങ്കിൽ വല്ല പഴമോ മുട്ട അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അടുക്കളയിൽ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കാണാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് വല്ലാതെ അങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികൾ കഴിഞ്ഞു. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നീനും അങ്ങോട്ട് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതും സംസാരിച്ചതാ നീന് പോവാണ് കേട്ടോ ജോലിക്ക്.